രാധേ രാധേ. ആരെങ്കിലും ഉണ്ടോ ലൈവില്? ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമുക്ക് ദശകം 66 പറയാനുള്ളത്. ഗോപീജനാഹ്ലാദമാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. ഉപായാതാനാം സുദൃശാം കുസുമായുത ബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിതാതും കൃതമതിരപി താജഗാദവാമമിവ. അല്ലയോ ഭഗവാനേ, മലർശരങ്ങളേറ്റു പാരവശ്യമുള്ളവരായി വന്നു ചേർന്ന സുന്ദരികളായ ഗോപികമാരുടെ ആഗ്രഹത്തെ സാധിപ്പാൻ താല്പര്യപ്പെട്ടവനെങ്കിലും അവരോട് വിപരീതമായെന്ന പോലെ അവിടുന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ഈ ഗോപികമാരുടെ ആ സ്നേഹത്തിൽ ഒരുപാട് ഭഗവാൻ ഇഷ്ടമുണ്ട് എങ്കിലും ഭഗവാൻ അവരോട് എന്താ പറയുക, വിപരീതമായ പോലെ അവരുടെ ഒരു വിപരീത അവസ്ഥയിൽ ഭഗവാൻ അവരോട് ഒരു കാര്യം പറയുകയാണ്. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിതകൂലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസം. അല്ലയോ ഭഗവാനെ, ആകാശത്തെ എത്തിച്ചേർന്നിട്ടുള്ള മുനിവര്യന്മാരെ കേൾപ്പിക്കുന്നതിനായി കൂടി അവിടുന്ന് ഉച്ചത്തിൽ കുലവധുക്കളുടെ ധർമ്മത്തെക്കുറിച്ച് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവിടുത്തെ വാക്കുകൾ ധർമാധിഷ്ഠമാണെങ്കിൽ തന്നെയും അവിടുന്ന് നിർമ്മലനായതിനാൽ പ്രവൃത്തികൾ അത്തരത്തിൽ വിശ്വസിക്കത്തക്കതല്ല. അപ്പൊ എന്താണ്, അല്ലയോ ഭഗവാൻ, ആകാശത്ത് എത്തിച്ചേർന്നിട്ടുള്ള മുനിവര്യന്മാരെ കേൾപ്പിക്കുന്നതിനായി കൂടി അവിടുന്ന് ഉച്ചത്തിൽ വന്ന് പറഞ്ഞു. അപ്പൊ കുലവധുക്കളുടെ, അതായത് കുലത്തിലുള്ള വധുക്കളുടെ അവരുടെ ധർമ്മം എന്താണ് എന്നുള്ളത് ഭഗവാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആകർണ്യതേ പ്രദീപാം വാണീമേണി ദൃശഃ പരം ദീനഃ മാമാ കരുണാ സിന്ധോ പരിത്യജ്യേതി ചിരം വിലേപുസ്തഃ. അവിടുത്തെ വിപരീതങ്ങളായ വാക്കുകൾ കേട്ട് അധികം ദുഃഖിതരായ ആ സുന്ദരിമാർ, അല്ലയോ കരുണാസാഗരമേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് ഏറെ നേരം കരഞ്ഞു പറഞ്ഞു. അപ്പം ഭഗവാൻ പറയുകയാണ്, നിങ്ങൾക്ക് കുലധർമ്മമുള്ള സ്ത്രീകളാണ്, നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നോക്കുക, അതായത് ഭർത്താവിൻ്റെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങൾ, അങ്ങനെയുള്ള സകലവിധ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. അല്ലാതെ എന്നിൽ തന്നെ ഭ്രമിച്ച് എന്നിൽ തന്നെ ആ ഒരു മനസ്സ് വെച്ചിട്ട് നിങ്ങൾ പോവരുത്. അതായത് എല്ലാവർക്കും അവരുടേതായ കുലധർമ്മങ്ങളുണ്ട്, അത് പാലിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ആ ഗോപികമാർ പറയുകയാണ്, അയ്യോ ഭഗവാനെ, ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ, ഞങ്ങളെ അതിൻ്റെ പേരിൽ ഭഗവാൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോവരുതേ എന്നിങ്ങനെ ആ ഗോപസുന്ദരിമാര് ഭഗവാനോട് പറയുകയാണ്. താസാം ഹൃദിതൈർപിൽദൈഹ കരുണാകുല മനസോ മുരാരേ ത്വംഹ താഫീഹാത് സമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമാഭിരന്തും. അല്ലയോ മുരാരിയായ ഭഗവാനെ, അവരുടെ വിലാപങ്ങളും ആവലാദികളും കേട്ട് കരുണാർദ്രനായി അവിടുന്ന് യമുനയുടെ മണൽത്തട്ടിൽ ഇഷ്ടം പോലെ കേളികളാടാൻ തുടങ്ങി. അപ്പൊ അവരുടെ ആവലാദികൾ കേട്ടിട്ട് ഭഗവാൻ കരുണ എന്താ പറയാ, അത്രയും കരുണാർദ്രനാണല്ലോ. അപ്പോൾ ഭഗവാൻ അവരുടെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്യണം, യമുനയുടെ മണൽത്തട്ടിൽ ഇഷ്ടം പോലെ കേളികൾ ആടാൻ തുടങ്ങി. അപ്പൊ യമുനയുടെ മടിത്തട്ടിൽ പോയിട്ട് അവിടെ കിടന്ന് ഭഗവാൻ കളിക്കാൻ തുടങ്ങുകയാണ്. ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാ തടാന്ത വിദീഷൂഹ ഗോപീജനോത്തരീയൈരാപാദിതാ സംസ്തരോ ദൃശീതസ്ത്വം. അല്ലയോ ഭഗവാനേ, നിലാവ് ഒഴുകിപ്പരക്കുന്ന യമുനാതടത്തിൽ ഗോപികമാരുടെ ഉത്തരീയങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വിരിപ്പിൽ അവിടുന്ന് ഇരുന്നു. അങ്ങനെ എന്താ ചെയ്യുന്ന, ആ യമുനാ തടത്തില് ഗോപികമാരുടെ ഉത്തരീയങ്ങൾ, ഗോപികമാരുടെ ഉത്തരീയം എന്ന് പറയുമ്പോൾ അറിയാലേ, ഷാൾ പോലെ, അപ്പൊ അതെല്ലാം അവിടെ യമുനാ തടത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, അവിടെ ചെന്നിട്ട് ആ യമുനാ തടത്തിൽ ആ ഗോപികമാരുടെ ഉത്തരീയത്തിലൊക്കെ പോയി ഇരിക്കുകയാണ്. സുമധുരൻ നിർമ്മലാപനൈഹ കരസംഗ്രഗണൈച്ച ചുംബനോല്ലാസൈഹ കാടാലിംഗന സംഗൈ സ്തോ അങ്കനാലോകമാകൂലിചകൃഷേ. അല്ലയോ ഭഗവാനെ,
മധുരമായ നർമ്മഭാഷണങ്ങൾ കൊണ്ടും ചുംബനങ്ങളാലും കരപരിഗ്രഹണത്താലും ഗാഢാലിംഗനങ്ങളാലും അവിടുന്ന് അവരെ ആനന്ദിപ്പിച്ചു. അപ്പൊ ഭഗവാൻ അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ, ആനന്ദിപ്പിക്കാൻ പറ്റുമോ, അതുപോലെ എല്ലാം ഭഗവാൻ ആനന്ദിപ്പിക്കുകയാണ്. ഇപ്പോ എന്താ പറയാ, എങ്ങും സ്നേഹമാണല്ലോ ഇല്ലാത്തത്. എല്ലാവർക്കും എന്താ പറയാ, ഒരു ശരീരത്തോട് മാത്രമുള്ള സ്നേഹമാണ്. അതൊരിക്കലും ഒരു സ്നേഹമല്ല അല്ലേ. അല്ലാതെ ഒരു മാനസികമായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു കെയറിങ്, പരിഗണന, അതൊക്കെ നമ്മളിപ്പോൾ ഏത് സ്ത്രീകളാണെങ്കിലും ഭർത്താക്കന്മാരിൽ നിന്നായാലും അങ്ങനെ ഒരു ഇതായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പം അത് വളരെ ഇപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിൽ പലരുടെ ജീവിതത്തിൽ അത് പൊതുവേ കുറഞ്ഞു വരികയാണ്. അപ്പം ആ ഒരു കെയറിങ്, ആ ഒരു സ്നേഹം, ആ ഒരു പരിലാളന അതൊക്കെ കൊടുക്കുമ്പോഴാണ് എന്താ പറയുന്ന ഏതൊരു ബന്ധത്തിന്, അത് പ്രേമബന്ധമായാലും ഒരു വൈവാഹിക ബന്ധമായാലും അതിനൊരു പൂർണ്ണത ഉണ്ടാവുക. അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവരെ വേറൊരു തലത്തിലല്ല, പക്ഷെ അത് അവരുടെ സ്നേഹമാണ്. ആ ഒരു സ്നേഹം കൊടുക്കുകയാണ് ആ ഗോപികമാർക്ക്. അപ്പൊ അതേപോലെ ഒരു സ്നേഹമാണ് എല്ലായിടത്തും വേണ്ടത്. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ആ മനസ്സിൽ നിന്ന് വരുന്ന, ആ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹമാണ്. അതാണ് ആ ഭഗവാന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്നേഹമാണ് ഭഗവാൻ അവർക്ക്, ആ ഗോപികമാർക്ക് അവിടെ കൊടുക്കുന്നത്. അതായത് നർമ്മഭാഷണം, മധുരമായ നർമ്മഭാഷണങ്ങളാണ്. അത്രയും എന്താ പറയാ, നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പം എനിക്ക് കുറച്ച് ത്രോട്ട് പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ അത്രയും മധുരമായിട്ടുള്ള സ്വരത്തിലായിരിക്കണം സംസാരിക്കേണ്ടതെന്ന് പറയും. ഇപ്പം നമ്മളൊരു വൈഫിനോട്, ഭാര്യയോട് സംസാരിക്കുമ്പോൾ അത്രയും മധുരമായ സ്വരത്തിലായിരിക്കണം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയുള്ള മധുരമായ സംസാരമാണ് ഭഗവാന്റേത്. അത്രയും മധുരമായിട്ടുള്ള സ്വരമാണ്. വാസോ ഹരണദിനേ യഹ ദാസോ ഹരണം പ്രതിശ്രുതും താസാം ഹ തദഭി വിഭോ രസവിവശ സാന്ത്വാനാം കാന്ത സുപ്രഭാമദദാഹ. അല്ലയോ വിഭുവായ ഭഗവാനെ, വസ്ത്രാപഹരണ ദിവസം അവിടുന്ന് വസ്ത്രഹരണവും പ്രതിജ്ഞ ചെയ്തിരുന്നു. രാസപരവശരായ ഗോപികമാർക്ക് അവിടുന്ന് അതും സാധ്യമാക്കി. അപ്പോ വസ്ത്രഹരണം, അതായത് ഭഗവാൻ പണ്ടറിയാലോ ഗോപികമാരുടെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതാണ് പറയുന്നത്. നമ്മൾ ഈ രാസലീല, രാസനൃത്തമൊക്കെ ആടുന്ന ടൈമിലുണ്ടല്ലോ, ഓരോ ഗോപികമാരടുത്തും ഓരോ ഭഗവാനാണ്. അപ്പോൾ നമ്മൾ ഇത് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് തോന്നും ഭഗവാൻ ഒരാളാണ്, പക്ഷെ ആ ഒരു ഭഗവാൻ തന്നെ ഒരുപാട് ഭഗവാനായിട്ട് മാറും അവിടെ. അപ്പോൾ ഓരോ ഭഗവാനല്ല അവരോ എല്ലാരടുത്തും എത്തുന്ന, ആ ഭഗവാൻ തന്നെ പല രൂപങ്ങളെടുത്ത്, അപ്പോൾ ഓരോ ഗോപികമാരടുത്ത് ഓരോ ഭഗവാനാണ്. അപ്പൊ അത് ഒരു ഇതാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. കന്ദളിത ഘർമ്മലേശം കുന്ദമൃദുസ്മരേ വക്രപദോജംഹ നന്ദസുദാത്വം ത്രിജഗത് സുന്ദരമുപഹുഗുഹ്യ നന്ദിതാ ബാലഹ. അല്ലയോ നന്ദസുതനായ ഭഗവാനെ, അല്പമായി വിയർത്ത ശരീരവും മുല്ലപ്പൂവിന്റെ കാന്തിയാർന്ന മന്ദസ്മിതവുമുള്ള മുഖത്തോടു കൂടിയവനും ത്രിലോക സുന്ദരനുമായ അവിടത്തെ ആലിംഗനം ചെയ്ത് ആ ഗോപികമാർ ആനന്ദിച്ചു. അപ്പം ഭഗവാനെ ഒന്ന് കാണുന്നത് തന്നെ ഏറ്റവും പുണ്യമാണ്. അപ്പം ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ ആലിംഗനം ചെയ്യാനുള്ള ഭാഗ്യം ആ ഗോപികമാർക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വിരഹേ ശ്വാങ്കാരമയഃ ശൃംഗാരമയച്ച സംഗമേ ഹി ത്വം ഹ നിതരാമം ഗാരമയസ്തത്ര പുനസംഗമേ ഭവി ചിത്രമിതം. അല്ലയോ ഭഗവാനെ, അവിടുന്ന് വിരഹത്തിൽ അങ്കാരമയും, അതായത് തീക്കട്ടയും, സംഗമത്തിൽ ശൃംഗാരമയനുമാണ്. അപ്പം വിരഹം വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താണ്, തീക്കട്ട പോലെയാണ്, അത്രയും ചൂടാണ് ഭഗവാന്. അതുപോലെ എന്താണ്, സംഗമത്തിലാണെന്നുണ്ടെങ്കിൽ ശൃംഗാരമയനാണ്. സംഗമം ഉണ്ടാകുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശൃംഗാരമയനാണ്. ഇവിടെ ഗോപികമാർക്ക് സംഗമത്തിലും അവിടുന്ന് അങ്കാരമയനായി എന്നത് വിസ്മയം തന്നെ. അല്ലയോ ഭഗവാൻ, അവിടുന്ന്
അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞ് അത്രയും ഭക്തിപരമായിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഒരു കണ്ണിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടോ, പക്ഷെ അങ്ങനെയല്ല, അത്രയും പ്യുവറാണ് അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്, അത്രയും പ്യുവറാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ രാധാ തുംഗപയോധര സാധു പരീരംബലോലുപാത്മാനം ഹ ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയാ സകലഗതാൻ. അല്ലയോ ഭഗവാനെ, രാധയുടെ ഇതാണ് പറയുന്നത്, തൽപരനായ അവിടുന്ന്, രാധയിൽ തൽപരനായ അവിടത്തെ ഞാൻ ആരാധിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയന്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. അപ്പം രാധാദേവിയിൽ അത്രയും തൽപരനായിട്ടുള്ള ഭഗവാനെ അടിയൻ അവിടുന്ന് നമിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയന്റെ രോഗങ്ങളെ എല്ലാം ശമിപ്പിക്കണമേ, അടിയന് സൗഖ്യം തരയണമേ എന്നിവിടെ പറയുകയാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട്. അപ്പൊ ഇതാണ് ഗോപികമാരുടെ ഗോപീജനാഹ്ലാദമാണ് ദശകം 66 കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. അപ്പൊ ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതിലാണ്. ഭഗവാനെ നമുക്കൊരു കുഞ്ഞിനെ പോലെ കാണാം, ഒരു ഭർത്താവിന്റെ ആ ഒരു ഇതിൽ കാണാം, നമുക്കൊരു സഖി, അതായത് ഒരു സുഹൃത്തായിട്ട് കാണാം, അതുപോലെ ഒരു പ്രേമിക്കുന്ന ആളായിട്ടും അങ്ങനെ കാണാം, ഒരു മാധുര്യ ഭക്തി അങ്ങനെ. അപ്പം അത് ഏത് ഭക്തി വേണമെങ്കിൽ ഏത് രീതിയിൽ ഒരുപാട് ഭക്തർ കാണും അല്ലേ. ഇപ്പൊ കുറൂരമ്മ അങ്ങനെയൊക്കെയുള്ളത് വലിയ വലിയ ഭക്തരാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തരുണ്ട്. അതുപോലെ പല രീതിയിൽ ഭഗവാനെ ഭക്തി ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാ ഭക്തിയും ഭഗവാൻ ഇഷ്ടമാണ്. അല്ലാതെ എന്താ പറയാ, അവര് കുറച്ച് കൂടുതൽ ഭക്തിയാണ് ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് അവരോട് കൂടുതൽ കൂറോ, അല്ലെങ്കിൽ ഇവര് കുറച്ച് ഭക്തിയാണ് അങ്ങനെയൊന്നും ഭഗവാനില്ല. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ്. ഭഗവാന്റെ ഭക്തരെ എല്ലാരെയും ഭഗവാൻ എന്താണ് ഒരേപോലെയാണ് കാണുന്നത് അല്ലേ. അപ്പൊ അത്രയും അവരവർക്ക് അളന്ന നാഴി എന്താണോ അതായിരിക്കും അവരവർക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങൾ. അല്ലാതെ ഇപ്പം കുറെ പേര് എന്താ പറയാ ക്ഷേത്ര ദർശനം നടത്തി അങ്ങനെ ഓരോ ഭക്തിയുടെ ഓരോരോ തലങ്ങളുണ്ട്. അപ്പൊ ആ ഓരോരോ തലങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഓരോ തലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരും അത് ഉയർന്നു വരുന്നവരുണ്ട്, കുറച്ച് താഴ്ന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷെ ഒന്നിനെയും ഭഗവാൻ തള്ളിക്കളയുന്നില്ല, മനസ്സിലായോ. അപ്പൊ എല്ലാത്തിനെയും ഭഗവാൻ ആവശ്യമാണ്. ഭഗവാൻ എല്ലാവരെയും വേണം. ഭഗവാൻ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ എന്താ പറയാ ഒരു വേർതിരിവില്ല. ഇന്ന ആൾ ഇങ്ങനെ ഭക്തി ചെയ്തോണ്ട് എനിക്ക് ഇന്ന ഇതാണ്, അങ്ങനെ ഒരു വേർതിരിവ് ഭഗവാനില്ല. അപ്പോൾ പലരും പല രീതിയിലാണ് ഭക്തി ചെയ്യുന്നത് അല്ലേ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എല്ലാവരും, അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ദൈവങ്ങൾക്കിടയിൽ ഒരു വേർതിരിവില്ല, ദൈവങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവില്ല, ഭഗവാന് ഭക്തരുടെ ഇടയിൽ ഒരു വേർതിരിവില്ല. അതുപോലെ ഒരു ഉയർന്ന ഭക്തി ചെയ്യുന്ന ഒരാളെ താഴ്ന്ന അങ്ങനെ ഒരു വേർതിരിവേ ഭഗവാനില്ല. ഒരാളെ ഇപ്പം ഭക്തി ചെയ്യുമ്പോൾ അയാളെ അസൂയപ്പെടുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നിലും ഭഗവാൻ ഒരു വേർതിരിവില്ല, എല്ലാം ഒരേപോലെയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ഇതിലോട്ട് വരണമെന്ന് മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ, മനസ്സിലായോ. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, അത് ദൈവങ്ങൾക്ക് ഭഗവാന് ഒന്നിലും ഒരു വേർതിരിവില്ല. അവരെല്ലാം ഒരേപോലെയാണ് എല്ലാരെയും കാണുന്നത്, എല്ലാവരും ഒരുമിച്ചാണ്. പക്ഷെ ഈ മനുഷ്യരുടെ ഇടയിലാണ് അസൂയ, കുശുമ്പ്, വിദ്വേഷം, വെറുപ്പ്, പിന്നെ എന്താ പറയാ പലതരത്തിലുള്ള തരംതിരിക്കല്, വ്യത്യസ്ത രീതിയിലുള്ള തരംതിരിക്കല്, ഇതൊക്കെ മനുഷ്യരുടെ ഈ കേവലമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള കേവലമായിട്ടുള്ള എല്ലാരെയും അല്ല പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ ആ ഒരു വേർതിരിവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഭഗവാൻ അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ഭക്തി വരുന്നെങ്കിൽ, ഭഗവാനോട് അടുത്ത് വരുന്നെങ്കിൽ ആ പ്രേമഭക്തിയിലേക്ക് ഉയരട്ടെ എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല ആരിലും. ഭഗവാൻ എല്ലാരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിനി പറയാനുള്ളൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മുമ്പ് ഒരു ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്, ഒരു സമൂഹത്തിലുള്ള
ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടന്ന സംഭവത്തിൽ അത് കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആ തെറ്റ് ചെയ്തവരെയാണ്, ആ മാതാജീനെ അടിക്കാൻ വന്ന അയാളെയാണ് ഞാൻ കുറ്റം പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള തെറ്റ് ചെയ്ത ആ വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അതിന് എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വന്നിട്ട് എല്ലാവരെയും പറഞ്ഞു എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. തെറ്റ് ചെയ്ത ആളിനെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ട് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ആരെയും ഒന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാനെ സ്മരിക്കുക, പോവുക. അങ്ങനെയാണ് ഇനി ഭഗവാൻ പറയുന്നത്. പിന്നെ നമ്മൾ അത്രയും സഖിയിടുമ്പോഴേ നമ്മുടെ സമൂഹത്തിൽ അത്രയും ഇത് വരുമ്പോൾ, അത്രയും സഖിയിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, മനസ്സിലായോ? അത് ചിലപ്പോൾ ഞാനായിട്ടല്ല ഭഗവാനായിട്ട് ചിലപ്പോൾ എന്നെ കൊണ്ട് പറയിക്കുന്നതായിരിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിട്ടൊരു ഇത് വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ആ തെറ്റ് ചെയ്ത ഒരാളെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു പൊട്ടി ഇട്ടോണ്ട് ആ ഒരു ഇതില് ഒരാള് ഇങ്ങനെ ചെയ്തു, അയാളെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും അല്ല പറഞ്ഞത്. ആ തെറ്റ് ചെയ്ത വ്യക്തിനെ, തെറ്റ് ചെയ്ത ആ ഒരിതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള തെറ്റ് ചെയ്ത ആ വ്യക്തി, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതിൽ കുറെ പേരില്ലാത്ത അക്കൗണ്ട് വരുന്നുണ്ട്, അത് ഞാൻ വായിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. MD ജോൺ, റോക്ക്, ശരവണൻ, അനോണിമസ്, ബ്ലൂ ഏഞ്ചൽ. കണ്ട ഇങ്ങനെ അനോണിമസ് ഇങ്ങനെ പേര് കൊടുത്തിട്ടില്ല. സ്വന്തം പേരിടാൻ പറ്റുമെങ്കിൽ സ്വന്തം പേരിടും. മിഥുൻ, സജി, മഹി, സഫ, മണി, ഷിബിൻ രാജൻ, ശ്രീജേഷ് കുമാർ, ബാലാജി, കിങ് ഓഫ് ശശി, ത്രിജൽ, ബ്ലാക്ക് ലവർ, ഷാജി, കലിപ്പൻ, ധനേഷ്, ധനു, ഷിബൂസ്, ആരോമൽ, സച്ചിൻ, സന്തോഷ്, ധനേഷ്. എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറുള്ള പേരുകൾ വരും കേട്ടോ. അപ്പം എനിക്കത് ഞാനെന്താ വെച്ചാൽ ചില പേര് എനിക്ക് മനസ്സിലാവുന്ന കൂടി ഇല്ല കേട്ടോ. അപ്പം സ്വന്തം പേര് ഇടാൻ പറ്റുന്നവരിടുക, അല്ലെങ്കിൽ കുഴപ്പം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണല്ലോ. ഇനി ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു ഇത് വേണ്ട കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, പിന്നെ ഹരേ കൃഷ്ണ നാമം പറയുക. അതുപോലെ എല്ലാവർക്കും എത്രത്തോളം പേര് നമുക്ക് ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം പേര് നമുക്ക് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പേര് നമ്മൾ ഭഗവാനിലേക്ക് അടുപ്പിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗുരുവിലൂടെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഗുരുവിനെ കണ്ടെത്തുക, രാധാറാണീനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, എല്ലാത്തിലും നമുക്ക് വിശ്വസിക്കാം. അപ്പം ഭഗവാൻ അങ്ങനെ യാതൊരു വേർതിരിവും ഇല്ലാതെ നിങ്ങൾ എപ്പോഴും ഇത് നോട്ട് ദ പോയിന്റ് ആണ്, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. ഭഗവാനായിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് യോഗ ചെയ്യാറുണ്ട്. ആ ടൈമിലും എൻ്റെ മനസ്സിൽ എനിക്ക് യോഗയിൽ വന്ന കാര്യമാണ്. അപ്പം ഞാൻ പറയാണ്, ഭഗവാന് ആരിലും ഒരു വേർതിരിവും ഭഗവാനില്ല കേട്ടോ. ഭഗവാന്റെ പേര് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, സ്നേഹമായിട്ട് നിൽക്കണം, നല്ലതായിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. തെറ്റ് കാണുന്നിടത്ത് ഭഗവാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതാണ്, നിങ്ങളെ എല്ലാവരും ഒരുപോലെ നിൽക്കുക എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ബുദ്ധിമോശങ്ങൾ കാണിക്കാതിരിക്കുക. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്ത് ഇത് ഞാനെന്നല്ല, ഒരുപാട് പേര്, ഞാനിതൊന്നും പറയാൻ ആരുമല്ല, ഒന്നുമല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ദൈവങ്ങൾക്ക് അവർ തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. ഒരു ഭക്തരിലോ ആരിലും യാതൊരു വേർതിരിവ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭക്തരെ കണ്ട് അസൂയപ്പെടുവാനോ അല്ലെങ്കിൽ അവര് അത് ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാനോ അങ്ങനെ നിങ്ങളെന്താ മൊത്തത്തിലൊരു ഇതാവാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ്, അങ്ങനെ ഒരു അസൂയ, അങ്ങനെ ഒരു ഇതൊന്നും നിങ്ങൾ കാണിക്കാതിരിക്കുക. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. പല രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സംസ്കാരമാണ്, അവരുടേതാണ്. അപ്പം അതിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നിനെയും നിങ്ങൾ ദയവ് ചെയ്ത് കുറ്റപ്പെടുത്താതിരിക്കുക.
ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഏത് രീതിയിൽ എങ്ങനെ ഭഗവാനിലുണ്ടായാലും അത് ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. ഭഗവാൻ അങ്ങനെ യാതൊരു വേർതിരിവില്ല. ഭഗവാൻ തന്നെയാണ് കുറൂരമ്മേനെ സ്വീകരിച്ചത്. അതുപോലെ ഭഗവാൻ തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരെയും അവരെ ശിഷ്യന്മാരെയും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഭഗവാൻ തന്നെയാണ് എല്ലാം. അത്രയും അജാമിളനെ പോലുള്ള ദുഷ്ടനെ പോലും അവസാനം ഭഗവാൻ തന്നെയാണ് സ്വീകരിച്ചത്. അപ്പം എല്ലാരെയും ഭഗവാൻ ഒരു കാട്ടാളനെ രാമൻ ഒരു കാട്ടാളൻ കൊണ്ടുവന്ന് കൊടുത്തത് ഒരു മത്സ്യമാണ്. അത് ഭഗവാൻ മത്സ്യം കഴിക്കുന്ന ആളല്ല, പക്ഷെ അതുപോലും സ്വീകരിച്ച ആ ഒരു അത്രയും ഇതിലുള്ള ആളെ പോലും ഭഗവാൻ സ്വീകരിച്ചു. അപ്പം ഭഗവാൻ എല്ലാരെയും സ്വീകരിക്കുന്ന ആളാണ്. ഭഗവാന് അങ്ങനെ യാതൊരു വേർതിരിവുമില്ല. ഒരു ഭഗവാന് യാതൊരു വേർതിരിവുമില്ല. ദേവിക്കും ഭഗവാനും, ഭഗവാന്മാര് തമ്മിലും ദേവിമാര് തമ്മിലും, അല്ലെങ്കിൽ ഭഗവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലും യാതൊരു വേർതിരിവുമില്ല. അവരെല്ലാവരും അവിടെ സുഖമായിട്ട് എല്ലാം ഒന്നായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ ഒന്നായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് മൂന്നായി പിരിഞ്ഞ. അത് നിങ്ങൾക്കറിയാം, എല്ലാം അറിയാവുന്നതാണ്. അർജുനന് വിശ്വരൂപം കാണിച്ചിട്ട് നിങ്ങൾ കണ്ടതാണ്. എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എല്ലാം ഒന്നാണ്. അപ്പം ആ ഭഗവാൻ ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഒന്നിനെ വേർതിരിച്ച് കാണരുത്, ഒന്നിനോടും വിദ്വേഷം വെക്കരുത്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഭക്തി ചെയ്യുന്നുണ്ട്. ഭഗവാൻ എല്ലാം ഇഷ്ടമാണ്. എല്ലാരെയും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ എല്ലാരെയും ഒരുപോലെയാണ് കാണുന്നത്. യാതൊരു വേർതിരിവും ഭഗവാൻ ആരോടും ഇല്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ഒന്നും, ഒരു ജാതി മത വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇത് അവരുടെ സംസ്കാരം ഇവരുടെ സംസ്കാരം, അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ആരും ഒരു ഇതുണ്ടാവാതിരിക്കുക. എനിക്കിതാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോവാ, സന്തോഷത്തോടെ പോവാ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.